പുരാതന ഭാരതത്തിലെ മഹാപണ്ഡിതനായിരുന്നു ആചാര്യ ചാണക്യൻ. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ വിലമതിക്കാത്തവർക്ക് നമ്മുടെ മൂല്യം മനസ്സിലാക്കി കൊടുക്കുവാനുള്ള 8 അതിശക്തമായ മാർഗങ്ങളാണ് വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശകലനം ചെയ്യുന്നത്. ചാണക്യന്റെ ദർശനങ്ങൾ അവ കാലാതീതമാണ്, ആഴമേറിയതാണ്, നമ്മുടെ ആത്മാഭിമാനവും വിജയവും ഉയർത്താൻ ശക്തിയുള്ളവയാണ്. ഒന്നാമതായി സ്വയം ബഹുമാനിക്കുക എന്നുള്ളതാണ്. ചാണക്യൻ പറഞ്ഞു, നിന്റെ ശക്തി നിന്റെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത് എന്ന്. നിന്റെ മൂല്യം മനസ്സിലാക്കാൻ മറ്റുള്ളവർ പ്രേരിതരാകണമെങ്കിൽ ആദ്യം നീ സ്വയം നിന്റെ മൂല്യം തിരിച്ചറിയണം. നിന്റെ കഴിവുകൾ, അനുഭവങ്ങൾ, ഗുണങ്ങൾ ഇവയെല്ലാം നിന്റെ യഥാർത്ഥ സമ്പത്താണ്. ഒരു സിംഹം തന്റെ ശക്തിയെ സംശയിക്കാറില്ല. അതുപോലെ നിന്റെ അനന്യതയിൽ വിശ്വസിക്കുക. നിന്റെ ദൗർബല്യങ്ങൾ പോലും നിന്റെ യാത്രയുടെ ഭാഗമാണ്. അവയെ അംഗീകരിക്കുക. പക്ഷേ അവ നിന്നെ നിർവചിക്കുവാൻ അനുവദിക്കരുത്. നിന്റെ ആന്തരിക സംഭാഷണം ശ്രദ്ധിക്കുക. നിന്റെ മനസ്സ് നിന്നെ താഴ്ത്തുന്നുണ്ടോ അതോ ഉയർത്തുന്നുണ്ടോ? ചാണക്യന്റെ തന്ത്രം പറയുന്നു, തന്റെ മനസ്സിനെ ജയിക്കുന്നവന് ലോകത്തെ ജയിക്കുവാൻ കഴിയുമെന്ന്. ഓരോ ദിവസവും നിന്റെ നേട്ടങ്ങൾ ഓർമ്മിക്കുക. ഒരു ചെറിയ വിജയം പോലും ഒരു ഡയറിയിൽ എഴുതുക. നിന്റെ കഴിവുകളും ലക്ഷ്യങ്ങളും എഴുതുക. ഇത് നിന്റെ മൂല്യത്തെ ദൃഢീകരിക്കും. ആത്മവിശ്വാസം ഒരു ശക്തമായ കാന്തമാണ്. നീ നിന്നെ ബഹുമാനിക്കുമ്പോൾ മറ്റുള്ളവരും നിന്നെ ബഹുമാനിക്കും. ആത്മബഹുമാനം ഒരു യാത്രയാണ്, ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നതല്ല. ചാണക്യന്റെ ജ്ഞാനം നിന്നെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ മൂല്യം വ്യക്തിത്വത്തിലാണ് പ്രകടമാകേണ്ടതെന്ന്. നിന്റെ ശരീരഭാഷ, സംസാരം, തീരുമാനങ്ങൾ ഇവയെല്ലാം നിന്റെ ആത്മാഭിമാനത്തെ പ്രതിഫലിപ്പിക്കണം. ഒരു രാജാവിനെ പോലെ നടക്കുക. നിന്റെ തല ഉയർത്തിപ്പിടിക്കുക. നിന്റെ മൂല്യം നിന്റെ ആന്തരിക വിശ്വാസത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ മറ്റുള്ളവർ അത് തിരിച്ചറിയാതിരിക്കില്ല. രണ്ടാമതായി ക്രിയാത്മക പ്രവർത്തനങ്ങളാണ്. നിന്റെ മൂല്യം നിന്റെ പ്രവൃത്തികളിലൂടെ തെളിയിക്കപ്പെടുന്നു എന്ന് ചാണക്യൻ പറഞ്ഞു. കർമ്മങ്ങൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമെന്ന്. നിന്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഫലപ്രദമായ പ്രവൃത്തികൾ ചെയ്യുക. ഒരു പ്രൊജക്ട് പൂർത്തിയാക്കുക, ഒരു പുതിയ സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു സേവനം നൽകുക. നിന്റെ ഫലങ്ങൾ നിന്റെ മൂല്യത്തിന്റെ തെളിവാണ്. ഒരു ചിത്രകാരന്റെ മൂല്യം അദ്ദേഹത്തിന്റെ ചിത്രത്തിലാണ്. അതുപോലെ നിന്റെ മൂല്യം നിന്റെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കും. നിന്റെ ജോലിയിൽ ഗുണനിലവാരം പുലർത്തുക. ചാണക്യന്റെ തന്ത്രം പറയുന്നു, മികവ് ശ്രദ്ധയെ ആകർഷിക്കുമെന്ന്. ഒരു ചെറിയ ജോലി പോലും മനസ്സോടെ ചെയ്യുക. അത് നിന്റെ പ്രതിബദ്ധതയും കഴിവും കാണിക്കും. ഉദാഹരണത്തിന്, ഒരു ടീമിൽ പ്രവർത്തിക്കുമ്പോൾ നിന്റെ അനന്യമായ കഴിവുകൾ ഉപയോഗിച്ച് ഒരു പ്രശ്നം പരിഹരിക്കുക. നിന്റെ പ്രവൃത്തികൾ നിന്റെ കഴിവുകളുടെ ഒരു കണ്ണാടിയാണ്. അവ ശോഭിക്കട്ടെ. മറ്റുള്ളവർക്ക് മൂല്യം നൽകുന്ന പ്രവൃത്തികൾ തിരഞ്ഞെടുക്കുക. ചാണക്യൻ വിശ്വസിച്ചിരുന്നത്, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമ്പോൾ നമ്മുടെ മൂല്യം വർദ്ധിക്കുമെന്നാണ്. ഒരു സമൂഹത്തിനോ ടീമിനോ സുഹൃത്തിനോ നിന്റെ സംഭാവനകൾ ശ്രദ്ധിക്കപ്പെടും. ഓരോ പ്രവൃത്തിയും ഒരു വിത്താണ്. നിന്റെ മൂല്യത്തിന്റെ വൃക്ഷം വളർത്താൻ അവ ശ്രദ്ധയോടെ നടുക. മൂന്നാമതായി വ്യക്തമായി ആശയവിനിമയം നടത്തുക എന്നുള്ളതാണ്. ചാണക്യന്റെ ഒരു മുഖ്യതന്ത്രം വാചാലതയുടെ ശക്തിയാണ്. വാക്കുകൾ മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിന്റെ ആശയങ്ങൾ വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിക്കുക. നിന്റെ സംസാരം, നിന്റെ ശബ്ദം, നിന്റെ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് ഇവയെല്ലാം നിന്റെ മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഒരു നേതാവിന്റെ സംസാരം ശ്രദ്ധ ആകർഷിക്കുന്നത് പോലെ നിന്റെ വാക്കുകൾ മറ്റുള്ളവരെ നിന്റെ വ്യക്തിത്വത്തിലേക്ക് ആകർഷിക്കണം. നിന്റെ ആശയവിനിമയം ശക്തമാക്കാൻ മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കുക. ചാണക്യൻ പറഞ്ഞു, നല്ല ശ്രോതാവ് മാത്രമേ മികച്ച വാഗ്മിയാകൂ എന്ന്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളും വികാരങ്ങളും മനസ്സിലാക്കി അവർക്ക് അനുയോജ്യമായ രീതിയിൽ നിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുക. ഉദാഹരണത്തിന്, ഒരു മീറ്റിംഗിൽ നിന്റെ കാഴ്ചപ്പാട് വ്യക്തമായ ഉദാഹരണത്തോടെ വിശദീകരിക്കുക. ഇത് നിന്റെ ബുദ്ധിശക്തിയും മൂല്യവും ഉയർത്തിക്കാട്ടും. ആശയവിനിമയത്തിൽ ലാളിത്യവും വ്യക്തതയും നിലനിർത്തുക.
ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു, വാക്കുകൾ മനസ്സിനെ സ്വാധീനിക്കുമെന്ന്. അല്ലാതെ ആശയക്കുഴപ്പം സൃഷ്ടിക്കരുത്. നിന്റെ സന്ദേശം ലളിതവും ശക്തവുമായിരിക്കട്ടെ. നിന്റെ വാക്കുകൾ ഒരു വാളിന്റെ മൂർച്ചയോടെ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്റെ മൂല്യത്തിന്റെ മുദ്ര പതിപ്പിക്കട്ടെ. നാലാമതായി അതിരുകൾ വെക്കുക എന്നുള്ളതാണ്. നിന്റെ മൂല്യം സംരക്ഷിക്കാൻ നിന്റെ അതിരുകൾ നിർവചിക്കണം. ചാണക്യൻ പറയുന്നു, നിന്റെ ശക്തി ശ്രദ്ധയോടെ വിനിയോഗിക്കണമെന്ന്. നിന്റെ സമയവും ഊർജവും വിലമതിക്കാത്തവർക്ക് അത് നൽകുന്നത് പാഴാക്കലാണ്. ഇല്ല എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നത് നിന്റെ ദൗർബല്യമല്ല, ശക്തിയാണ്. നിന്റെ മൂല്യം തിരിച്ചറിയാത്തവർക്ക് വേണ്ടി നിന്റെ സമ്പത്തും സമയവും നഷ്ടപ്പെടുത്തരുത്. അതിരുകൾ വെക്കുന്നത് ബന്ധങ്ങളിൽ ബഹുമാനം വളർത്തും. ഉദാഹരണത്തിന്, നിന്റെ ജോലി സ്ഥലത്ത് അനാവശ്യമായ ആവശ്യങ്ങൾ നിരസിക്കുക, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ സമയത്തിന് മുൻഗണന നൽകുക. ചാണക്യൻ പറയുന്നു, നിന്നെ ബഹുമാനിക്കുന്നവർക്ക് മാത്രം അത് നൽകുക എന്ന്. ഈ അതിരുകൾ നിന്റെ മൂല്യത്തിനൊരു കവചമാണ്. അവ നിന്നെ സംരക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്യും. അതിരുകൾ വെക്കുന്നത് ഒരു കലയാണ്. ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ മൂല്യം നിന്റെ തീരുമാനങ്ങളിൽ പ്രതിഫലിക്കുന്നുവെന്ന്. ശ്രദ്ധയോടെ എന്നാൽ മാന്യമായി നിന്റെ അതിരുകൾ നിശ്ചയിക്കുക. ഉദാഹരണത്തിന്, ഈ സമയം എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മാന്യമായി പറയുക. ഇത് മറ്റുള്ളവർ നിന്റെ മൂല്യം മനസ്സിലാക്കാൻ ഇടയാക്കും. അഞ്ചാമതായി നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ്. നിന്റെ വിജയങ്ങൾ മറച്ചു വെക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. നിന്റെ നേട്ടങ്ങൾ നിന്റെ സ്ഥാനം ഉയർത്തുമെന്ന്. നിന്റെ ചെറുതും വലുതുമായ വിജയങ്ങൾ അഹങ്കാരമില്ലാതെ എന്നാൽ ആത്മവിശ്വാസത്തോടെ പങ്കുവയ്ക്കുക. ഒരു പ്രൊജക്ടിന്റെ വിജയമോ ഒരു പുതിയ കഴിവോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് നൽകിയ സംഭാവനയോ ഇവയെല്ലാം നിന്റെ മൂല്യത്തിന്റെ തെളിവുകളാണ്. നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവയുടെ പ്രതിഫലനം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക. ചാണക്യന്റെ തന്ത്രം പറയുന്നു, നിന്റെ വിജയങ്ങൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്ന്. ഉദാഹരണത്തിന്, ഒരു മീറ്റിംഗിൽ, ഞാൻ ഈ പ്രൊജക്റ്റിൽ ഇത്രയും കഠിനാധ്വാനം ചെയ്തു, അതിന്റെ ഫലം ഇതാണ് എന്ന് വിനയത്തോടെ പറയുക. ഇത് നിന്റെ കഴിവുകളെ ഉയർത്തിക്കാട്ടും. നിന്റെ നേട്ടങ്ങൾ ആഘോഷിക്കാൻ മടിക്കരുത്. ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ വിജയങ്ങൾ നിന്റെ യാത്രയുടെ മുദ്രകളാണ്. നിന്റെ നേട്ടങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുക. ഇത് മറ്റുള്ളവർക്ക് നിന്റെ മൂല്യം തിരിച്ചറിയാൻ അവസരം നൽകും. നിന്റെ ആത്മവിശ്വാസവും വർദ്ധിക്കും. ആറാമതായി പോസിറ്റീവ് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നിന്റെ മൂല്യം തിരിച്ചറിയുന്നവരെ തിരഞ്ഞെടുക്കുക. ചാണക്യൻ പറഞ്ഞു, നിന്റെ സഹവാസം നിന്റെ വിജയത്തെ നിർണയിക്കുമെന്ന്. നിന്റെ ഗുണങ്ങളെ അംഗീകരിക്കുന്നവരുമായി ബന്ധം വളർത്തുക. നിന്നെ അവഗണിക്കുന്നവരോ നിന്റെ മൂല്യം താഴ്ത്തുന്നവരോ നിന്റെ യാത്രയിൽ ഭാരമാണ്. നിന്റെ ശക്തിയെ ആഘോഷിക്കുന്നവരെ ചുറ്റും നിർത്തുക. അവർ നിന്റെ മൂല്യത്തെ പ്രതിഫലിപ്പിക്കും. നല്ല ബന്ധങ്ങൾ നിന്റെ മൂല്യത്തിനൊരു കണ്ണാടിയാണ്. ചാണക്യന്റെ തന്ത്രം പറയുന്നു, നിന്റെ സുഹൃത്തുക്കൾ നിന്റെ ശക്തിയുടെ പ്രതിഫലനമാണെന്ന്. ഒരു മെന്റർ, ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു സുഹൃത്ത്. നിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നവരെ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന്, നിന്റെ ആശയങ്ങൾ മനസ്സോടെ കേൾക്കുന്ന ഒരു ടീമിനൊപ്പം പ്രവർത്തിക്കുക. അവർ നിന്റെ മൂല്യത്തെ ഉയർത്തിക്കാട്ടും. നെറ്റ്വർക്കിംഗ് ഒരു കലയാണ്. ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ ബന്ധങ്ങൾ നിന്റെ സ്വാധീനത്തെ വർദ്ധിപ്പിക്കുമെന്ന്. നിന്റെ മൂല്യം മനസ്സിലാക്കുന്നവരുമായി ബന്ധപ്പെടാൻ സമയം കണ്ടെത്തുക. ഒരു പ്രൊഫഷണൽ ഇവന്റിൽ, ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ ബന്ധങ്ങൾ നിന്റെ മൂല്യത്തിന്റെ വാതിലുകൾ തുറക്കും. ഏഴാമതായി സ്ഥിരത പുലർത്തുക എന്നുള്ളതാണ്. നിന്റെ മൂല്യം നിന്റെ സ്ഥിരതയിലാണ് തെളിയുന്നതെന്ന് ചാണക്യൻ പറഞ്ഞു. വിശ്വാസ്യത ബഹുമാനം നേടും. നിന്റെ വാക്കുകളും പ്രവൃത്തികളും ഒന്നായിരിക്കണം. ഒരു വാഗ്ദാനം നൽകുമ്പോൾ അത് പാലിക്കുക. ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അത് പൂർണ്ണതയോടെ പൂർത്തിയാക്കുക. സ്ഥിരത നിന്റെ മൂല്യത്തിന്റെ ഒരു മുദ്രയാണ്. അത് മറ്റുള്ളവർ നിന്നെ വിശ്വസിക്കുവാൻ ഇടയാക്കും. സ്ഥിരത എന്നാൽ ആവർത്തനമല്ല, മറിച്ച് പ്രതിബദ്ധതയാണ്. ചാണക്യതന്ത്രം പറയുന്നു, നിന്റെ പ്രവർത്തികൾ നിന്റെ ലക്ഷ്യത്തോട് വിശ്വസ്തമായിരിക്കണമെന്ന്. ഉദാഹരണമായി, ഒരു ജോലി സ്ഥലത്ത് എല്ലാ ദിവസവും മികച്ച പ്രകടനം നൽകുക. ഇത് മറ്റുള്ളവർക്ക് നിന്റെ വിശ്വാസ്യതയും മൂല്യവും മനസ്സിലാക്കാൻ സഹായിക്കും. സ്ഥിരത ഒരു ശീലമാണ്. ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു,
നിന്റെ പ്രവൃത്തികൾ നിന്റെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നുവെന്ന്. ചെറിയ കാര്യങ്ങളിൽ പോലും സ്ഥിരത പുലർത്തുക. നിന്റെ സമയനിഷ്ഠ, നിന്റെ വാഗ്ദാനങ്ങൾ, നിന്റെ മനോഭാവം, ഈ സ്ഥിരത മറ്റുള്ളവർക്ക് നിന്റെ മൂല്യത്തെ തിരിച്ചറിയുവാൻ ഒരു വെളിച്ചം നൽകും. എട്ടാമതായി സ്വയം വളർച്ചയാണ്. നിന്റെ മൂല്യം നിന്റെ വളർച്ചയിൽ വർദ്ധിക്കുന്നുവെന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനം നിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. പുതിയ കഴിവുകൾ പഠിക്കുക, നിന്റെ അറിവ് വർദ്ധിപ്പിക്കുക, നിന്റെ ദൗർബല്യങ്ങളെ മറികടക്കുക. ഒരു മരം വളരുന്നത് പോലെ നിന്റെ മൂല്യവും വളർച്ചയോടെ ശോഭിക്കും. മറ്റുള്ളവർ നിന്റെ പുരോഗതി കാണുമ്പോൾ അവർ നിന്റെ മൂല്യത്തെ ബഹുമാനിക്കും. സ്വയം വളർച്ച ഒരു തുടർച്ചയായ യാത്രയാണ്. ചാണക്യന്റെ തന്ത്രം പറയുന്നു, നിന്റെ പഠനം നിന്റെ ശക്തിയാണ് എന്ന്. ഒരു പുതിയ ഭാഷ, ഒരു പ്രൊഫഷണൽ കോഴ്സ്, അല്ലെങ്കിൽ ഒരു സർഗാത്മക കഴിവ്, എന്തെങ്കിലും പഠിക്കാൻ ഓരോ ദിവസവും സമയം കണ്ടെത്തുക. ഉദാഹരണത്തിന് ഒരു പുതിയ സോഫ്റ്റ്വെയർ പഠിക്കുക, അത് നിന്റെ ജോലിയിൽ പ്രയോഗിക്കുക. ഇത് നിന്റെ മൂല്യത്തെ മറ്റുള്ളവർ മനസ്സിലാക്കാൻ സഹായിക്കും. നിന്റെ വളർച്ച മറ്റുള്ളവർക്ക് പ്രചോദനമാകും. ചാണക്യന്റെ ജ്ഞാനം ഓർമ്മിപ്പിക്കുന്നു, നിന്റെ പുരോഗതി നിന്റെ മൂല്യത്തിന്റെ തെളിവാണ് എന്ന്. നിന്റെ വളർച്ചയെക്കുറിച്ച് മറ്റുള്ളവരുമായി സംസാരിക്കുക. നിന്റെ പഠനയാത്ര പങ്കുവയ്ക്കുക. നിന്റെ വളർച്ച കാണുമ്പോൾ മറ്റുള്ളവർ നിന്റെ മൂല്യത്തെ സ്വാഭാവികമായി തിരിച്ചറിയും. നിന്റെ മൂല്യം ഒരു രത്നമാണ്. അത് പ്രകാശിപ്പിക്കാൻ ചാണക്യന്റെ ജ്ഞാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഈ 8 മാർഗങ്ങൾ നിന്റെ വഴികാട്ടിയാകും. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ കണ്ട വില്ലേജ് ലൈറ്റിന്റെ എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.